ഹായ് എവരി വൺ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്ക്വയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇത് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. കേക്ക് സ്ക്വയറിൽ 7 ഇഞ്ച് ടിന്നിൽ ബേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് ഫ്യൂഷ്യ കളർ ടച്ച് ചെയ്ത് കൊടുത്താണ് കേക്ക് ഫിനിഷ് ചെയ്തത്. പിന്നെ ആദ്യം തന്നെ സെൻറ്ററിൽ ഗണാഷ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേന് സ്പേസ് കിട്ടിയില്ലെങ്കിൽ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എപ്പോഴും തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ റൈറ്റിങ്സ് അങ്ങ് കൊടുക്കും, വിഷസ് എഴുതാനുള്ളത് എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്പേസിൽ ഡിസൈൻ കൊടുക്കാമല്ലോ നോക്കും. എൻ്റെ ഫസ്റ്റ് സ്റ്റെമ്മൊക്കെ കൊടുത്ത വീഡിയോ മിസ്സായി കേട്ടോ. ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമർ എനിക്ക് പറഞ്ഞതിന് സ്ക്വയർ കേക്ക് വേണം, പിന്നെ ഞാൻ വേറൊരാൾക്ക് റൗണ്ടിൽ ചെയ്ത് കൊടുത്ത ആ സെയിം ഡിസൈൻ ഇത് ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കളർ ഇൻവേഴ്സാക്കി. ഫ്യൂഷ്യ കളറായിരുന്നു അന്ന് ഞാൻ ഫ്ലവറിന് കൊടുത്തത്. ബോർഡർ കൊടുത്ത് ഓറഞ്ചും. ഇത്തവണ നേരെ തിരിച്ചിട്ടു. ഒരേപോലെ കളർ വേണ്ടല്ലോ, ഒരേ ഡിസൈൻ തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരേ ഡിസൈനാണ്, കളർ ഒരേപോലെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ സൈഡിലും അതുപോലെ ഗണാഷ് ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റെമ്മൊക്കെ കൊടുത്തിട്ട് ഫ്ലവർ കൊടുത്തു. പിന്നെ സ്റ്റെമ്മില്ലാതെയും 2-3 ഫ്ലവറൊക്കെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു റൗണ്ടിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൊടുത്തു കേട്ടോ. പിന്നെ സ്ക്വയർ കേക്ക് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാമെന്ന് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എല്ലാവരും പറയാറുണ്ട് ഷാർപ്പായിട്ട് ചെയ്തിട്ടുണ്ട്, എഡ്ജസ് ഫിനിഷിങ് നല്ലതാണ്, അതുകൊണ്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലവറിനൊക്കെ ഗ്രീൻ കളർ കൊണ്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ആ ഒരു ലീഫിൻ്റെ ഇതിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് ലീഫുകൾ ഓരോ ഫ്ലവറിനും ലീഫൊക്കെ കൊടുത്തു. ക്രീം കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ലീഫ് കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ഫ്യൂഷ്യ കളർ ഉപയോഗിച്ചിട്ട് മറ്റേ കേക്കിൽ ഞാൻ റൗണ്ട് കേക്കിൽ ചെയ്ത പോലെ തന്നെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഇട്ട് കൊടുത്ത ഡോട്ട്സ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്തോ അങ്ങോട്ട് തിക്കായി ആയിപ്പോയ പോലെ തോന്നിയിട്ട് ഞാൻ അതിനെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഫൈനലൊക്കെ വരുമ്പം ഈ ഒരു ഡോട്ട്സ് അല്ല അതിനകത്ത് വരുന്നത്. അതിൻ്റെയൊക്കെ ഉള്ള എടുത്ത് മാറ്റിയിട്ട് പുതിയത് ചെയ്തതിൻ്റെ കേട്ടോ. പിന്നെ ആ ഫ്യൂഷ്യ ഉപയോഗിച്ച് തന്നെ കേക്കിന് ഒരു ബോർഡർ ചെറിയ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ഒരു ബോർഡറും കൊടുത്തു. അപ്പോൾ കേക്കിൻ്റെ ലുക്ക് ഫിനിഷ് ചെയ്ത് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്